Namaste. Welcome to S4 Science. A winner is a dreamer who never gives up. With this thought, let's start today. This is part 3 of our physics chapter, motion. In the last class, we learned about uniform motion and non-uniform motion. And now we know that most of the movements or motions that take place in our surrounding are non-uniform in nature. നമ്മുടെ സറൗണ്ടിങ്സിൽ നടക്കുന്ന മിക്ക മോഷൻസും നോൺ യൂണിഫോം മോഷനാണ് അല്ലേ. അല്ലാണ്ട് യൂണിഫോം മോഷനിൽ മൂവ് ചെയ്യുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം ഫാനിൻ്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത് അത് നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ അത് കറങ്ങുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ അത് കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ കറങ്ങുമെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പം അല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ നോൺ യൂണിഫോം മോഷനിൽ നടക്കുന്നതായിട്ട്. ഇവിടെ കുറേ വെഹിക്കിൾസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പൊ ഈ ഓരോ വെഹിക്കിളിനും അതിൻ്റെതായിട്ടുള്ള ഓരോ പർപ്പസും ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണത്. ഫോർ എക്സാമ്പിൾ, കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകണം, നമുക്ക് ഒരു ദിവസം കൊണ്ട് ഡൽഹിയിൽ എത്താവുന്നതാണ്. ഒരു ഇന്റർവ്യൂ ഉണ്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു എക്സാം ഉണ്ട്. അപ്പോൾ ആ എക്സാമിന് നമുക്ക് പെട്ടെന്നാണ് ഹോൾ ടിക്കറ്റ് കിട്ടിയത്, നമുക്ക് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കാണ് പോകേണ്ടത്, ഒരു ദിവസമേ ഉള്ളൂ. അപ്പം നമ്മൾ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ട്രെയിനും ബസ്സും കാറും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമോ? ഇല്ല. നമ്മൾ പെട്ടെന്ന് തന്നെ എന്താണ് എയറോപ്ലെയിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. എയറോപ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ് ഷോർട്ടസ്റ്റ് ടൈമിനുള്ളിൽ നമുക്ക് കവർ ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എയറോപ്ലെയിനെ എന്താണ് ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പം എയറോപ്ലെയിൻ ഈസ് ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. കാരണം എന്താണ് ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ് ഷോർട്ടസ്റ്റ് ടൈമിനുള്ളിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും എയറോപ്ലെയിൻ വെച്ചിട്ട്. പക്ഷേ കാറും ബസ്സും അല്ലെന്നുണ്ടെങ്കിൽ ബൈസിക്കിളും വെച്ചിട്ട് നമുക്കത് പറ്റുമോ? ഇല്ല. നമുക്ക് അവിടെ വരെ പോകാൻ പറ്റും, ട്രാവൽ ചെയ്യാൻ പറ്റും, ബട്ട് ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. ഇവിടെ നമ്മൾ എന്താണ് നോക്കുന്നത്? ഇവിടെ നമ്മൾ നോക്കുന്നത് നമുക്ക് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ലോവസ്റ്റ് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മുടെ സറൗണ്ടിങ്സിലുള്ള മിക്ക മോഷൻസും, അതായത് എന്ത് മൂവ്മെന്റ് നമ്മൾ എടുത്താലും അത് നമ്മൾ എന്താണ് രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. ഒന്ന് ഫാസ്റ്റ് ആയിട്ടും ഒന്ന് സ്ലോ ആയിട്ടും അല്ലേ. നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഫാസ്റ്റ് ആയിട്ട് സ്ലോ ആയിട്ട്. ഈവൻ നമ്മൾ എഴുതുമ്പോൾ പോലും നമ്മുടെ ടീച്ചേഴ്സ് പറയും ആ കുട്ടി നല്ല ഫാസ്റ്റ് ആയിട്ട് എഴുതും, മറ്റേ കുട്ടിയാണെങ്കിൽ വളരെ സ്ലോ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഓരോ മൂവ്മെന്റ്സിനെ അല്ലെങ്കിൽ മോഷൻസിനെ നമ്മൾ ഫാസ്റ്റ് ആൻഡ് സ്ലോ ആയിട്ടൊക്കെ കാറ്റഗറൈസ് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഈ കാറ്റഗറൈസ് ചെയ്യുന്നതിന്റെ ബേസിൽ അതായത് ഫാസ്റ്റ് ആൻഡ് സ്ലോയോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ വെഹിക്കിൾസ് പർപ്പസ്ഫുള്ളി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഫാസ്റ്റ് ആണ് സ്ലോ ആണ്, അത് ചില സമയത്ത് എന്താണ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും, ചില സമയത്ത് സ്ലോ ആയിട്ട് മൂവ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ബേസിസിൽ മാത്രം നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പൊ അതിനെ നമ്മൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് അതിനൊരു സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഒരു മെഷർമെന്റ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ആ മെഷർമെന്റ് ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വെഹിക്കിൾസിനെ നമുക്ക് പർപ്പസ്ഫുള്ളി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മെഷർമെന്റ് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? നമ്മളെപ്പോഴും ആ മെഷർമെന്റ് എടുക്കുന്നത് റേറ്റ് ഓഫ് മോഷൻ വെച്ചിട്ടാണ്. ഓക്കെ, റേറ്റ് ഓഫ് മോഷൻ. റേറ്റ് ഓഫ് മോഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു മെഷർമെന്റ് എടുക്കുന്നത്. റേറ്റ് ഓഫ് മോഷൻ എന്താണ് ഈ റേറ്റ് ഓഫ് മോഷൻ? നിങ്ങൾക്കറിയാം മോഷൻ എന്ന് പറയുന്നത് എന്താണ്? പൊസിഷൻ ചേഞ്ച് ആണ് അല്ലേ. പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റേറ്റ് എന്താണ്? റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ടൈമും പൊസിഷൻ ചേഞ്ചും കൂടി കമ്പയർ ചെയ്യുമ്പോഴാണ് റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പം റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ്, അതായത് പൊസിഷൻ ചേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. അപ്പം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് യൂണിറ്റ് ടൈമിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് മോഷൻ എന്ന് ജനറലി പറയുന്നത്. അപ്പൊ റേറ്റ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസിഷൻ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ. അതായത് നമുക്ക് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ഇത്ര ടൈമിനുള്ളിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളതാണ് റേറ്റ് ഓഫ് മോഷൻ മെഷർ ചെയ്യുന്നത്. വൺ വേ ഓഫ് മെഷറിംഗ് ദ റേറ്റ് ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് ഈസ് to calculate the distance traveled in unit time, and it is generally referred to as speed. Okay, it is referred to as speed. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുകയും സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ, റേറ്റ് ഓഫ് മോഷൻ ആണോ? എന്താണ്? റേറ്റ് ഓഫ് മോഷൻ തന്നെയാണ് ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് എന്താണ്? പൊസിഷൻ ചേഞ്ച് ആണ്. മോഷൻ പൊസിഷൻ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. അത് തന്നെയാണ് സ്പീഡ്. ഓക്കെ, ഇനി നമ്മൾ സ്പീഡ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. സ്പീഡിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. ഇനി എന്തൊക്കെയാണ് നമുക്ക് സ്പീഡിൽ പഠിക്കാനുള്ളത്? സ്പീഡ് നമ്മൾ പറഞ്ഞു റേറ്റ് ഓഫ് മോഷനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്പീഡിനെ നമുക്ക് ജനറലി നമ്മൾ പറയാറുള്ളത് എന്താണ്? ജനറലി നമ്മൾ പറയാറുണ്ട് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ. ഡിസ്റ്റൻസ് ബൈ ടൈം, ഇതാണ് സ്പീഡ്. ദാറ്റ് ഈസ് the distance traveled in unit time is speed. So how can we define speed? The distance traveled in unit time, അതാണ് സ്പീഡ്. അപ്പോൾ സ്പീഡിന്റെ SI യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് ഓഫ് സ്പീഡ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ്. പക്ഷെ നമുക്ക് എയ്റോപ്ലെയിൻ്റെയോ അല്ലെങ്കിൽ ട്രെയിനിൻ്റെയോ ഒക്കെ സ്പീഡ് പറയാനായിട്ട് മീറ്റർ പെർ സെക്കൻഡ് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്?
അത് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അവേഴ്സ് ആൻഡ് അവേഴ്സ് എടുക്കുന്നുമുണ്ട്. അപ്പം നമുക്ക് ഒരു ലാർജർ യൂണിറ്റ് വേണം അല്ലേ. നമ്മൾ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ലാർജർ യൂണിറ്റ് ആണ്. എന്താണത്? കിലോമീറ്റർ പെർ അവർ. ഓക്കെ, കിലോമീറ്റർ പെർ അവർ ആണ് ലാർജർ യൂണിറ്റ് ഓഫ് സ്പീഡ്. ഇനി നമ്മൾ പറയുന്നത് സ്പീഡിന് എന്താണ്? ക്വാണ്ടിറ്റി മാത്രം മതി. നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റിയെ മാത്രം, അതായത് മാഗ്നിറ്റ്യൂഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്തായിരുന്നു പറഞ്ഞത്? സ്കെലാർ ക്വാണ്ടിറ്റി എന്നായിരുന്നു പറഞ്ഞത് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ സ്പീഡും എന്താണ്? സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പം സ്പീഡ് ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, സ്കെലാർ. അപ്പൊ ഇത് ഓർത്തിരുന്നോണം. കാരണം എന്താണ്? സ്പീഡിന് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, അല്ലാണ്ട് ഡയറക്ഷൻ വേണ്ട. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം സ്പീഡിനെ കുറിച്ച് പഠിച്ചത്. സ്പീഡിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. അതാണ് സ്പീഡ്. SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിലും ലാർജർ യൂണിറ്റ് എന്താണ്? കിലോമീറ്റർ പെർ അവർ ആണ്. പിന്നെ അതൊരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരു അത്ലീറ്റിന്റെ സ്പീഡ് ഇത്രയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബാറ്റ്സ്മാന്റെ സ്പീഡ് ഇത്രയാണ്, അല്ലെങ്കിൽ ബോളറിന്റെ സ്പീഡ് ഇത്രയാണ് ഒക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞ് കേൾക്കാറുമുള്ള ഒരു കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ആ സ്പീഡിനെ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എപ്പോഴും സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ് യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും. അതിൽ നോൺ യൂണിഫോം മോഷനിൽ സ്പീഡ് കോൺസ്റ്റന്റ് അല്ല അല്ലേ. അതായത് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഈക്വൽ ടൈം ഇന്റർവൽ നോക്കുമ്പോൾ അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നില്ല. It varies, അല്ലേ. The distance is not constant at all interval of time in non-uniform motion. In uniform motion, object travels equal distance in equal time interval. So, the distance by time will be equal there. It is constant throughout the distance, അല്ലേ. Throughout the distance, it will be constant. That is, distance by time is a constant. But in the case of non-uniform motion, it is not constant, അല്ലേ. It varies. വേരീസ് വിത്ത് ടൈം. അതായത് ഓരോ ടൈം ഈക്വൽ ടൈം ഇന്റർവൽ എടുത്താൽ പോലും ഓരോ ടൈം ഇന്റർവെല്ലിലും അത് വേരി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ചുറ്റിനും നടക്കുന്ന ഓരോ മൂവ്മെന്റ്സും അങ്ങനെയാണ്. എന്ത്? നോൺ യൂണിഫോം ആയിട്ടാണ് നടക്കുന്നത്. സോ ഇൻ ഓർഡർ ടു മെഷർ ദ റേറ്റ് ഓഫ് മോഷൻ ഓഫ് എ നോൺ യൂണിഫോം മോഷൻ വി യൂസ് ദ ടേം ആവറേജ് സ്പീഡ്. ഓക്കെ, ആവറേജ് സ്പീഡ്. വി യൂസ് ആവറേജ് സ്പീഡ് ടു കാൽക്കുലേറ്റ് ദ റേറ്റ് ഓഫ് മോഷൻ ഇൻ എ നോൺ യൂണിഫോം മോഷൻ. It is always used in non-uniform motion. Okay, non-uniform motion we use average speed. So average speed is equal to total distance traveled. Okay, total distance traveled divided by total time taken. Okay, total time taken. So average speed can be calculated by taking the total distance traveled and total time taken, and we use this physical quantity in non-uniform motion. When the motion is non-uniform, we use average speed to calculate the rate of motion. അപ്പോൾ ഒരു നോൺ യൂണിഫോം മോഷൻ ആണെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് മോഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന എപ്പോഴും ആവറേജ് സ്പീഡ് വെച്ചിട്ടാണ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ്. അപ്പോൾ നമ്മൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു that divided by അവിടെ വരെ പോകാൻ എടുത്ത സമയം, that is total distance by total time taken, and this is always we use when the motion is non-uniform. അപ്പോൾ യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. ഒരു ഗിവൺ ടൈമിൽ നമ്മൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അത് നോക്കിയാൽ മാത്രം മതിയാവും അല്ലേ. അപ്പോൾ നമുക്ക് യൂണിഫോം മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നോൺ യൂണിഫോം മോഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആവറേജ് സ്പീഡാണ് എടുക്കേണ്ടത്. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ക്ലിയർ ആയോ? അപ്പം ഇതാണ് സ്പീഡിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് പഠിച്ചു. SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പഠിച്ചു. ലാർജർ യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ ആണ്. ഇതൊരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. കാരണം ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, നമുക്ക് ഡയറക്ഷൻ വേണ്ട. പിന്നെയോ നോൺ യൂണിഫോം മോഷൻ ആണെന്നുണ്ടെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ്. ഇനി നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്കത് ഡിനോട്ട് ചെയ്യണം. അതെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? അപ്പം സ്പീഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ വി വെച്ചിട്ടാണ്. ഓക്കെ, സ്മോൾ ലെറ്റർ വി. ആൻഡ് ഡിസ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡിസ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് എസ് വെച്ചിട്ടാണ്. ഓക്കെ, എസ്. ആൻഡ് ടൈം ഡിനോട്ട് ചെയ്യുന്നത് ടി വെച്ചിട്ട്. അപ്പം നമുക്ക് പറയാം വി ഈസ് ഈക്വൽ ടു എസ് ബൈ ടി.
ഇവിടെ v എന്ന് പറയുന്നത് സ്പീഡ്, s എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്, ടൈം എന്ന് പറയുന്നത് t. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്പീഡിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വെലോസിറ്റിയെ കുറിച്ചാണ്. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന വേർഡാണ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് എന്താണ് വെലോസിറ്റി എന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സ്പീഡ്, വെലോസിറ്റി ഇതെല്ലാം എന്താണ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്, ഇതെല്ലാം ഡെറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഡിസ്റ്റൻസും ടൈമും ആണ് ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഡിസ്റ്റൻസും ടൈമിൽ നിന്നും ഡെറൈവ് ചെയ്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് സ്പീഡ്, വെലോസിറ്റി എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് വെലോസിറ്റി എന്താണെന്നാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പെർട്ടിക്കുലർ സ്പീഡിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് വെലോസിറ്റിയിൽ എപ്പോഴും ഡയറക്ഷൻ കൂടി സ്പെസിഫൈ ചെയ്യും. സ്പീഡ് മാത്രമല്ല, ഡയറക്ഷൻ കൂടി കാണും. ഇവിടെ എന്താണെന്ന് മനസ്സിലാകുന്നത് നമുക്ക്. വെലോസിറ്റി എന്ന് പറയുന്നതും എന്താണ്, റേറ്റ് ഓഫ് മോഷൻ ആണ് അല്ലെ. റേറ്റ് ഓഫ് മോഷൻ തന്നെയാണ്, ബട്ട് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ അല്ലെ. റേറ്റ് ഓഫ് മോഷൻ ഇൻ എ ഡയറക്ഷൻ. അപ്പം ഇവിടെ നമ്മൾ ഡയറക്ഷൻ കൂടി നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം വെലോസിറ്റി എന്താണ്, റേറ്റ് ഓഫ് മോഷൻ ഇൻ എ ഡയറക്ഷൻ. അതായത് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ പോകുന്ന ഒരു ഓബ്ജക്റ്റിന്റെ റേറ്റ് ഓഫ് മോഷനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പം വെലോസിറ്റിയെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ഡിസ്റ്റൻസിന് എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, ഡിസ്റ്റൻസ് ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. അതായത് ഡിസ്റ്റൻസ് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പൊസിഷൻ ചേഞ്ച് എന്തിനാണ് നമ്മൾ പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഓക്കെ, അപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കെ, സോ the time taken for the displacement is velocity. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബിറ്റ്വീൻ ദ ഫൈനൽ പൊസിഷൻ ആൻഡ് ദ ഇനിഷ്യൽ പൊസിഷൻ. അപ്പോൾ വെലോസിറ്റി എങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി. കാരണം എന്താണ്, ഒരു ഡയറക്ഷൻ ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വെലോസിറ്റി എന്ത് പറയാം? വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് പറയാം അല്ലേ. വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇതിന്റെ യൂണിറ്റ് എന്താണ്? ഇതിന്റെ യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. ഇതിന്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഇൻ മീറ്റർ ആൻഡ് ടൈം ഇൻ സെക്കൻഡ്. സോ ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഓൾസോ മീറ്റർ പെർ സെക്കൻഡ്. But here velocity is displacement by time taken. So we can define velocity as the speed of an object in a particular direction. Okay, speed of an object in a particular direction is velocity. When we write, we can write it as displacement by time taken. Velocity is a vector quantity and its SI unit is meter per second. അപ്പോൾ വെലോസിറ്റി നമ്മൾ പറഞ്ഞു, സ്പീഡിന്റെ പെർട്ടിക്കുലർ ഡയറക്ഷൻ ആണ് വെലോസിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ വെലോസിറ്റി എങ്ങനെയൊക്കെ ചേഞ്ച് ആകും? ചേഞ്ച് ഇൻ വെലോസിറ്റി, സ്പീഡിൽ ഉണ്ടാവുന്ന ചേഞ്ച് വെലോസിറ്റിക്ക് കാരണമാകും അല്ലെ. സ്പീഡിൽ ഉണ്ടാവുന്ന ചേഞ്ച് വെലോസിറ്റിക്ക്, അതായത് നമ്മുടെ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടൈം ടേക്കൺ ആണല്ലോ സ്പീഡ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായാൽ എന്താണ്, വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെ ഡയറക്ഷനും. അപ്പൊ ഡയറക്ഷൻ മാറിയാലും എന്താണ്, വെലോസിറ്റി മാറും. ഡയറക്ഷൻ മാറിയാലും വെലോസിറ്റി മാറും, സ്പീഡ് മാറിയാലും വെലോസിറ്റി മാറും. അതുപോലെ തന്നെ ഇതിന് രണ്ടിനും മാറ്റം ഉണ്ടായാലും എന്താണ്, വെലോസിറ്റി ചേഞ്ച് ആകും. അപ്പൊ ഈ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. ഓക്കെ, വെലോസിറ്റി സ്പീഡ് മാറുമ്പോൾ വെലോസിറ്റി മാറാം, അതുപോലെ തന്നെ ഡയറക്ഷൻ മാറുമ്പോഴും വെലോസിറ്റി മാറാം. whenever there is a change in speed or whenever there is a change in direction or whenever both the speed and direction changes, there will be a change in velocity. So we can say velocity depends upon speed, direction or both. സ്പീഡ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷൻ്റെയും സമയത്ത്. യൂണിഫോം മോഷൻ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസിലുള്ള ഡിസ്റ്റൻസും ടൈമും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നോൺ യൂണിഫോം മോഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്താണ്, റേറ്റ് ഓഫ് മോഷൻ കാണാൻ വേണ്ടി ആവറേജ് സ്പീഡ് എടുക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആയിരുന്നു. അതുപോലെ തന്നെ വെലോസിറ്റിയിലും യൂണിഫോം വെലോസിറ്റിയും നോൺ യൂണിഫോം വെലോസിറ്റിയും, അതായത് ഒരു ഒബ്ജക്റ്റ് യൂണിഫോം സ്പീഡിൽ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ് അത് കീപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്, അതായത് യൂണിഫോം സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഒരു യൂണിഫോം സ്പീഡ് അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എളുപ്പമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. ആവറേജ് വെലോസിറ്റി is equal to u plus v by 2. Okay, u plus v by 2, where u is the initial velocity. Okay, initial velocity. എന്താണ് initial velocity എന്ന് പറയുന്നത്?
നമ്മൾ പറഞ്ഞു വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിൽ എന്താണ്, ഒരു ഇനിഷ്യൽ പൊസിഷനും ഉണ്ട്, ഫൈനൽ പൊസിഷനും ഉണ്ട്. അപ്പൊ ഇനിഷ്യൽ പൊസിഷനിലുള്ള അതിന്റെ വെലോസിറ്റിയാണ് നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഓബ്ജക്റ്റിന്റെ ഇനിഷ്യൽ പൊസിഷനിലുള്ള വെലോസിറ്റിയാണ് നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് വി, സ്മോൾ ലെറ്റർ v is the final velocity. Okay, final velocity. എന്താണ് ഫൈനൽ വെലോസിറ്റി? ആ ഡിസ്റ്റൻസ് കവർ ചെയ്ത് ഫൈനൽ പൊസിഷനിൽ എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വെലോസിറ്റിയാണ് നമുക്ക് ഫൈനൽ വെലോസിറ്റി ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആവറേജ് വെലോസിറ്റി, യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ആവറേജ് വെലോസിറ്റി നമ്മൾ കാണുന്നത് u+v/2 ആണ്. എപ്പോഴും ഓർക്കുക. ഓക്കെ, യൂണിഫോം സ്പീഡിലാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നോൺ യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നോൺ യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് എടുത്തതുപോലെ തന്നെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നതും ആവറേജ് velocity is equal to total distance traveled by total distance traveled by total time taken. Okay, total time. ഇതിനെയാണ് നമ്മൾ ആവറേജ് വെലോസിറ്റി ഇൻ കേസ് ഓഫ് നോൺ യൂണിഫോം മോഷൻ. ഇൻ ദ കേസ് ഓഫ് യൂണിഫോം മോഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, u+v/2 ആണ് നമ്മൾ എടുക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് നോൺ യൂണിഫോം velocity we will take average velocity as total distance by total time taken. And in the case of uniform speed or uniform velocity, we take the average velocity as u+v/2. That is average mean of the initial velocity and the final velocity. Okay, this is average mean. നമ്മൾ മീൻ എടുക്കത്തില്ല, ആവറേജ് എടുക്കാറില്ലേ? അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വെലോസിറ്റിയും ആ ഒരു ജേർണി എൻഡ് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റിയുടെയും കൂടി ആവറേജ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ആവറേജ് വെലോസിറ്റി. എപ്പോഴാണ്? കോൺസ്റ്റന്റ് സ്പീഡിൽ, ഒരു ടൈം ഇന്റർവെല്ലിൽ കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ് ആണ് ഇത് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു കോൺസ്റ്റന്റ് സ്പീഡിലാണെന്ന് പറയാം. അപ്പൊ അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു യൂണിഫോം സ്പീഡിൽ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഓബ്ജക്റ്റിന്റെ ആവറേജ് വെലോസിറ്റി നമുക്ക് u+v/2 എന്ന് പറഞ്ഞിട്ട് എടുക്കാം. അതേസമയം ഒരു ഗിവൺ ടൈം ഇന്റർവെല്ലിൽ ഡിസ്റ്റൻസ് വേരി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താണ്, നോൺ യൂണിഫോം സ്പീഡ് അല്ലെങ്കിൽ നോൺ യൂണിഫോം വെലോസിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്തുള്ള ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വെലോസിറ്റിയിൽ പഠിക്കുന്നത്. അപ്പോൾ വെലോസിറ്റിയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് സ്പീഡ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. സ്പീഡ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. Or velocity is equal to displacement by time, and it is a vector quantity. Velocity depends upon speed, direction, or both. If there is a change in speed or in direction or in both, velocity will change. Okay, its SI unit is meter per second. If the motion is uniform, we can calculate the average velocity as u+v/2, where u is the initial velocity and v is the final velocity. If the motion is non-uniform, we can calculate the average velocity as total distance traveled by total time taken. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ എന്താണ്, വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ v തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് s വെച്ചിട്ട് തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ടൈം t വെച്ചിട്ട് തന്നെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ v = s/t എന്ന് തന്നെയാണ് എഴുതാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെലോസിറ്റിയും സ്പീഡിനെയും കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി ഇതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പറയാം. ഇനി നമുക്ക് സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്, സ്പീഡ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ആണ് അല്ലേ? കാരണം എന്താണ്, നമ്മൾ സ്പീഡ് എപ്പോഴും പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ വെലോസിറ്റി എന്താണ്? ഇറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി. സെക്കൻഡ് ഡിഫറൻസ് എന്താണ്? ഇതൊരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് only need magnitude, but it is a vector quantity. It need magnitude as well as direction. So it is a vector quantity. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ആണ് സ്പീഡ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി. സ്പീഡ് എന്ന് പറയുന്നത് ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്, വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ തന്നെ സ്പീഡ് നമുക്ക് എന്താണ്, പോസിറ്റീവ് ആണ്. എപ്പോഴും പോസിറ്റീവ് വാല്യൂസ് ആണ് നമുക്ക് സ്പീഡിൽ നിന്ന് കിട്ടുന്നത് അല്ലേ? പോസിറ്റീവ് വാല്യൂസ് ആണ് നമുക്ക് സ്പീഡിൽ നിന്ന് കിട്ടുക. ഇവിടെയോ വെലോസിറ്റി ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് or 0 അല്ലേ? Because it depends upon displacement. As displacement can be positive, negative and 0,
വെലോസിറ്റി ക്യാൻ ഓൾസോ ബി പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് സീറോ. അപ്പോൾ ഇത്രയും ഡിഫറൻസ് ആണ് സ്പീഡും വെലോസിറ്റിയും തമ്മിൽ ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് സ്പീഡും വെലോസിറ്റിയാണ്. ഇത് രണ്ടും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അപ്പം സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ചെറിയൊരു ഡിഫറൻസ് ആണ്. എന്താണ്? സ്പീഡ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ആണ്, വെലോസിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതായത് വെലോസിറ്റിയിൽ സ്പീഡിന്റെ ഡയറക്ഷൻ കൂടി നമ്മൾ പറയണം. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെലോസിറ്റിയിൽ സ്പീഡ് ചേഞ്ച് ആകുകയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ആകും, ഡയറക്ഷൻ ചേഞ്ച് ആകുകയാണെന്നുണ്ടെങ്കിലും വെലോസിറ്റി ചേഞ്ച് ആകും. ഇതിൽ രണ്ടിൽ ചേഞ്ച് വന്നാലും വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്? സ്പീഡ് എപ്പോഴും പോസിറ്റീവ് വാല്യൂസ് മാത്രമേ തരാറുള്ളൂ. കാരണം എന്താണ്? സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ്. അതേസമയം വെലോസിറ്റി പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോയും ആകാം. കാരണം എന്തുകൊണ്ടാണ്? വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെന്റിനെയാണ്. അതായത് ഇനിഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും ഇടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയുടെയും കാര്യമാണ് പറഞ്ഞത്. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എപ്പോഴാണ്? നോൺ യൂണിഫോം മോഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനാണ് ആവറേജ് സ്പീഡ് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ റേറ്റ് ഓഫ് മോഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആവറേജ് സ്പീഡ് വെച്ചിട്ടാണ്, അല്ലേ? അപ്പോൾ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അതാണ് ആവറേജ് സ്പീഡ്. ഇനി നമ്മൾ ആവറേജ് വെലോസിറ്റി എപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആവറേജ് വെലോസിറ്റി അങ്ങനെ തന്നെ നോൺ യൂണിഫോം മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റേറ്റ് ഓഫ് മോഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇനി അതൊരു യൂണിഫോം മോഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് u+v/2. ഒരിക്കലും മറന്നു പോകരുത്, ഈ രണ്ട് ഫോർമുലയും നമുക്ക് വെലോസിറ്റിയിൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, പ്രോബ്ലത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ അത് മറക്കാൻ പാടില്ല. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുകയും വേണം. Thank you. Stay safe and healthy. Bye-bye.